ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. അഞ്ചാം അനുവാകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാനന്ദവല്ലി അഞ്ചാം അനുവാകം, ആനന്ദ ആത്മാ എന്ന ഭാഗം. ആദ്യം അഞ്ചാം അനുവാകം മന്ത്രം ചൊല്ലിയിട്ട് അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്താണ് നമ്മൾ. ബാക്കിയുള്ള അതിൻ്റെ വിശദീകരണവും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേപി ച വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസത്തെ. വിജ്ഞാനം ബ്രഹ്മ ചേത്വേദ തസ്മാച്ഛേന്ന പ്രമാദ്യതേ. ശരീരേ പാത്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി. തസ്യൈഷ ഏവ ശരീര ആത്മാ യപൂർവസ്യ തസ്മാത് ത്വാ ഏതസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സ വാ ഏഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിദഃ തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി. കഴിഞ്ഞ ദിവസം ആനന്ദമയ കോശത്തെ കുറിച്ച് ഉള്ള ചർച്ചയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദ ആത്മാ, അങ്ങനെയാണ് ആത്മാവിനെ അറിയാനായിട്ട് ഓരോ കോശം കടന്ന് വന്ന് ആനന്ദമയ കോശത്തിൽ എത്തി നിൽക്കുന്നു. അവിടെ ഉപനിഷത്ത് ആത്മാവിനെ നമുക്ക് കാണിച്ചു തരും. അതിൽ കൂടി ആനന്ദമയ കോശത്തിൽ കൂടി ആത്മാവിലേക്ക് നമ്മളെ എത്തിക്കും. അതിനപ്പുറം ഇനി കോശമില്ല, നേരിട്ട് ആത്മാനുഭൂതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. 5 കോശങ്ങളിൽ അവസാനത്തെ കോശമായ ആനന്ദമയ കോശത്തിൽ കൂടി. അപ്പോ അവിടെ തന്നെ ആനന്ദ ആത്മാ എന്ന ഒരു ആനന്ദത്തെ, ആ ആത്മാവിനെ കാണിച്ചു തന്ന് അതിൽ നിന്നും സാക്ഷാൽ പരമാത്മ എന്നുള്ള ആ പൂർണ്ണമായ ആത്മാവിലേക്ക് നമ്മളെ എത്തിക്കും. തൊട്ട് അടുത്ത് തന്നെയാണ്, അത് തന്നെയാണ് എന്ന് തിരിച്ചറിയിപ്പിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഉപനിഷത്ത് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാം പതുക്കെ പതുക്കെ. അപ്പോ കാരണരൂപമായ ആത്മാ ആനന്ദത്തിന് കാരണം എന്ന് പറഞ്ഞു തന്ന് ആനന്ദത്തിന്റെ വികാരം, അതായത് ആ മാറ്റം, മോഡിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്ന് പറയും. അതാണ് ആ മാറ്റം നടക്കുന്ന, അതിനെയാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. മയഹ എന്നാൽ വികാരം എന്ന് പറഞ്ഞു. അപ്പൊ ആനന്ദമയ എന്ന് പറയുമ്പോൾ ആനന്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, മാറ്റം, അതിനെയൊക്കെ വിശദമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ ദിവസം. ആനന്ദസ്വരൂപത്തിന്റെ വികാരം, മാറ്റം അതെവിടെയിരിക്കുന്നുവോ അത് ആനന്ദമയ കോശം. അത്രയും ക്ലിയർ ആയല്ലോ. ആനന്ദം അനുഭവിക്കുന്നവൻ ഭോക്ത, ഭോക്തൃ ആത്മ
ഇനി നമ്മൾ അങ്ങനെ നമ്മളെ സ്വയം ആത്മാ എന്നുള്ള രീതിയിലേക്ക് ഇനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പറഞ്ഞുകൊണ്ട് പോവുള്ളൂ. നമ്മൾ ഭോക്തൃ ആത്മാ എന്ന ആനന്ദമയം. ആനന്ദമയത്തിന് ആനന്ദത്തിന്റെ വികാരം ഉണ്ട്. ആനന്ദമയത്തിന് ആനന്ദത്തിന്റെ മാറ്റങ്ങൾ ഉണ്ട്. അത് ആ വികാരം ആനന്ദമയത്തെ ചേർന്ന് അതിലാണ് ഇരിക്കുന്നത്. അതിലിരിക്കുന്ന ആ ആനന്ദം ആത്മാവിനെ ചേർന്നതാണ്. കാരണം ആത്മാ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ ഈ ആനന്ദമയ കോശം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഓരോരോ ലെവലിലുള്ള ആനന്ദവും എവിടുന്ന് വരുന്നു? ഈ ആനന്ദ ആത്മാവിന്റെ ആത്മാ ആനന്ദമയനാണ്. ആ ആനന്ദമയന്റെ ആനന്ദം തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് അങ്ങനെ ധരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു വസ്തുവിൽ നിന്ന് ആനന്ദം കിട്ടുന്നു എന്ന്. അപ്പൊ അതിനെയാണ് ഇനി ക്ലിയർ ആക്കി തരാൻ പോകുന്നത്. അതായത് എന്റെ സ്വരൂപം ഈ ആത്മാനന്ദത്തെ, ആനന്ദമയം എന്ന് പറഞ്ഞാൽ എന്റെ സ്വരൂപമാണ്. അപ്പൊ ഈ ആത്മാനന്ദത്തെ അനുഭവിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കാം. ആനന്ദത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ? ആത്മാനന്ദത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ? അത് ചോദിക്കുന്നത് തന്നെ വസ്തുവിലാണ് ആനന്ദം, അതിനെ ഞാൻ അനുഭവിക്കുന്നു, അല്ലാതെ വേറൊരു ആത്മാനന്ദമുണ്ട്, അതിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യം വരുന്നത്. ഇല്ല, അനുഭവിക്കാൻ പറ്റില്ല. കാരണം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു ആനന്ദത്തെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ അനുഭവിക്കണ്ട. ഇപ്പൊ വസ്തുക്കളിൽ കൂടി ആനന്ദം അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയ പോരെ. ആക്ച്വലി വസ്തുവിലല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. പക്ഷെ വസ്തുവിൽ നിന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നു. അതുപോലെ ആത്മാ എന്ന് പുറത്തുനിന്നൊരു വസ്തുവെ കണ്ട് ഒരു പുറത്തുള്ളൊരു സംഭവമാണ് എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അതിനെ പ്രാപിക്കുമ്പോൾ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ തന്നെയാണ്. ആ ആനന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, എന്നിൽ തന്നെയാണ്. അതിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞു തന്നെ. പതുക്കെ മൂന്ന് സ്റ്റെപ്പായിട്ട് പ്രിയം, പ്രമോദം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നത് അതിന്റെയാണ്. അപ്പോ അത് ഇവിടെ തന്നെ ഉള്ളതാണ്. അതിനെ എങ്ങനെ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കുന്നു എന്ന് ഉള്ളതാണ് ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ആനന്ദമല്ല, പുറത്തുപോയി കണ്ടുപിടിക്കാൻ പറ്റുന്നതുമല്ല. ഇതിവിടെ അന്തർലീനമായി ഇരിക്കുന്നതാണ്. ഇതിനെ അറിയാതെ മായാശക്തിയിൽപ്പെട്ട് വേറെ എന്തെല്ലാമോ രീതിയിൽ ആനന്ദത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, സുഖത്തെ അന്വേഷിച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്നിൽ നിന്നും വേറെയായ ഒരു ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത് എന്നാണ് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞ. അതെങ്ങനെയാ? അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നാക്കിൽ കൂടി രസം അനുഭവിക്കുന്നു അല്ലെ? മധുരം എല്ലാം നാക്കിൽ കൂടി അനുഭവിക്കുന്നു. നാക്കിനെ അനുഭവിക്കണോ? അങ്ങനെ ആവശ്യമുണ്ടോ? അങ്ങനെ അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. നാക്കിൽ കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, നാക്കിനെ അനുഭവിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മാവാണ് നമ്മൾ, പൂർണ്ണമായ ആത്മാവാണ്. ആത്മാവിൽ ഇരുന്നു കൊണ്ട് തന്നെ ആനന്ദം അനുഭവിക്കുന്നു. അതിനെ മനസ്സിലാക്കാതെ വസ്തുക്കളാണ് ആനന്ദം തരുന്നത് എന്ന് വിചാരിച്ച് വസ്തുവിന്റെ പുറകെ പോകുന്നതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. അപ്പൊ ഈ ഉപനിഷത്ത് ഒന്നുകൂടി അത് ക്ലിയർ ആക്കി തരും. പെട്ടെന്ന് മനസ്സിലാവില്ല അതൊന്നും പറഞ്ഞ. ഉപനിഷത്ത് മെല്ലെ മെല്ലെ കുറെ കാര്യങ്ങൾ ഇനിയും പറയും. അപ്പോ അത് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കുറേശ്ശെ മനസ്സിലാവും. ഈ ആത്മാനന്ദം അന്വേഷിച്ചുള്ള യാത്ര എപ്പ നിൽക്കും? എപ്പോഴൊരിക്കെ നാം തന്നെയാണ് ആത്മാ എന്ന് തിരിച്ചറിയുമ്പോ ഈ യാത്ര നിൽക്കും. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദത്തെ കുറിച്ചല്ലെങ്കിലും ഈശ്വരനെ അന്വേഷിച്ചുള്ള യാത്ര ഇല്ലേ? എത്ര അമ്പലങ്ങളിൽ പോകുന്നു, എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് പോവുക. പക്ഷെ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണുന്നില്ല. എന്നാൽ ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴും ഈ ഉള്ളിലുള്ള ഈശ്വരനെ കാണുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ അത് മറന്നുപോയി. അമ്പലത്തിൽ ചെന്ന് കണ്ണടച്ച് ആ ഡയറ്റിയെ നോക്കി കണ്ണടച്ച് ഭഗവാനെ കണ്ട് കണ്ണടച്ച് ഉള്ളിൽ കാണും. റെഡി, ഓക്കെ.
അവിടെ കൊണ്ട് നിൽക്കില്ല. ഉടനെ കണ്ണു തുറന്നാൽ എല്ലാം പോയി, അടുത്ത അമ്പലത്തിലോട്ട് വിട്ടു പോവുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരൻ നമ്മൾ അറിയുന്നുണ്ട്, പക്ഷേ സ്ഥിരപ്രതിഷ്ഠ അവിടെ കിട്ടുന്നില്ല. സ്ഥിരപ്രതിഷ്ഠ കിട്ടിയ എന്താ? ഈ അന്വേഷണം, ഓട്ടവും ചാട്ടവും ഒക്കെ നിൽക്കും. ആദ്യത്തെ സ്റ്റേജ് ആണത്. പക്ഷെ നമുക്കുള്ള കുഴപ്പം, നമ്മൾ ആ സ്റ്റേജിൽ തന്നെ നിൽക്കണു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. നല്ലത് തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞ്, അപ്പൊ ദ്വൈതത്തിലാണേ എപ്പോഴും. ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്നുള്ള ദ്വൈതത്തിലാണല്ലോ എല്ലാവരും അവിടെയാണ് നിൽക്കുന്നത്. ദ്വൈതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ശങ്കരാചാര്യരുടെ ഭാഷ്യമൊക്കെ പഠിച്ച് ശങ്കരാചാര്യർ പറഞ്ഞതെല്ലാം എല്ലാം മനസ്സിലാക്കി അദ്വൈതത്തിലേക്ക് ആരും ചെല്ലുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഒന്നോ രണ്ടോ ഗുരുക്കന്മാര് വർഷങ്ങൾ കൂടുമ്പോ, സംവത്സരങ്ങൾ കൂടുമ്പോ ഒന്നോ രണ്ടോ ഗുരുക്കന്മാർ അവിടെ ഇവിടെ ഉണ്ടാവും. അവർ മാത്രമേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി നമ്മളെല്ലാവരും ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ ഈ ദ്വൈത ബുദ്ധി വെച്ചുകൊണ്ട് നിൽക്കും. ദ്വൈതം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ദ്വൈതത്തില, പല ഈശ്വരന്മാരെ പലതായിട്ട് പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വൈതം. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം ചോദിക്കാനല്ലോ, നമ്മളെ ഒരിക്കലും അതിനകത്തേക്ക് എടുക്കും. ഇതൊക്കെ പറയുന്നുണ്ട്, വരുന്നുണ്ട്, ഇനി വരുന്ന ഭാഗങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോ ആത്മന്യൈവ ആത്മനാ തുഷ്ടഃ, അതാണ് ശരിക്കും വേണ്ടത്. ആത്മന്യൈവ ആത്മനാ തുഷ്ടഃ. ഒരാൾ എപ്പോഴാണോ അവനവനിൽ സുഖമായിരിക്കുന്നത്, എപ്പോഴാണോ താൻ തന്നെ സുഖസ്വരൂപം എന്ന് അറിയുന്നത്, അപ്പോൾ ആണ് യഥാർത്ഥ സുഖം അനുഭവിക്കുക. അത് എങ്ങനെ മനസ്സിലാകും? ഒരു വിഷയമാണല്ലോ, അതെങ്ങനെ മനസ്സിലാവണേ? അപ്പോ പലവിധ സുഖഭേദങ്ങളെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പല വിധത്തിലുള്ള സുഖഭേദങ്ങളെ അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം വൃത്തികളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ചിന്തകളാണ്, വൃത്തികളാണ്. എന്റെ പ്രതിബിംബം, നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞത് പ്രതിബിംബം, തെളിഞ്ഞ പ്രതലത്തില് പ്രതിബിംബം നന്നായിട്ട് വരും, അപ്പൊ കൂടുതൽ ആനന്ദം ഉണ്ടാവും. സൂക്ഷ്മമായി വരുംതോറും തെളിയും, അപ്പൊ കൂടുതൽ ആനന്ദത്തെ അനുഭവിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ വസ്തുവിൽ നിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വസ്തുവിനെ കണ്ട് ആനന്ദം വന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്, ഒരു പ്രതിബിംബമാണ്. എന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബമാണ് അവിടെ കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്നു വസ്തു തരുന്നു എന്ന് വിചാരിക്കുന്നു. അവനവനന്റെ തന്നെ പ്രതിബിംബമാണ് അവിടെ കിട്ടുന്നത്. പ്രതിബിംബാനന്ദത്തിലൂടെ ബിംബാനന്ദം, അതാണ് അതിന്റെ ശരിയായിട്ട് പറഞ്ഞ ശങ്കരാചാര്യർ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. പ്രതിബിംബാനന്ദത്തിലൂടെ ബിംബാനന്ദം. ആനന്ദത്തിന്റെ വികാരം എവിടെയാ നടക്കുന്നത്? ആനന്ദമയ കോശത്തില്. ആനന്ദത്തിന്റെ വികാരം നടക്കുന്നത് ആനന്ദമയ കോശത്തില്. ഈ വികാരം ആനന്ദമയ കോശത്തിൻ്റെതാണ്, ആനന്ദത്തിൻ്റെതല്ല. ആനന്ദമയ കോശത്തിലാണ് വികാരം, ആനന്ദത്തിലല്ല. ഞാൻ ആനന്ദ ആത്മാ, ഞാൻ സ്വയം ആനന്ദ ആത്മാ എന്ന് അറിഞ്ഞ ഉടൻ എന്തുണ്ടാവും? ഈ ആനന്ദമയ കോശം അപ്രത്യക്ഷമാവും, മിഥ്യയാണെന്ന് മനസ്സിലാവും. അത് കാര്യമായിട്ട് മാറും. അടുത്ത കോശത്തിലേക്കല്ല പിന്നെ പോകുന്നേ. ഈ സത്യം മനസ്സിലായി കഴിയുമ്പോ പൂർണ്ണമായ ആനന്ദത്തോടു കൂടി നിലനിൽക്കും. അപ്പോ പിന്നെ മാറ്റങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. മാറ്റം സംഭവിക്കേണ്ട ആനന്ദമയ കോശം എന്ന ഭാഗം അപ്രത്യക്ഷമാവും. കാരണം നമ്മൾ ആ യഥാർത്ഥ സ്വരൂപത്തില്, ആ പ്രതിബിംബം, മുഴുവനായ പ്രതിബിംബത്തിലേക്ക് എത്തി നിൽക്കും. ഈ ഉപനിഷത്തിലെ ബാക്കി ഭാഗം പറയുന്നു, തസ്മാദ്വാ ഏതസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയ. കുറച്ച് ഭാഗം കൂടെ ഉണ്ടല്ലോ ആ അനുഭാഗത്തിന്റെ ബാക്കി മന്ത്രങ്ങള്. തസ്മാദ്വാ ഏതസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയ. ഇത് ശരീരകൽപ്പന വെച്ച് നോക്കുകയാണ്. അപ്പൊ ഇവിടെ സൃഷ്ടി വ്യഷ്ടി സമഷ്ടി ഐക്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല, ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുമല്ല, പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഭാഗമായിട്ട് ആണ് ഇവിടെ ശരീരകൽപ്പന ചെയ്തിരിക്കുന്നത്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശരീരകൽപ്പന ചെയ്തിരിക്കുന്നു. നേരത്തെയുള്ള കോശങ്ങളിലെല്ലാം വ്യഷ്ടി സമഷ്ടി ഐക്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം ആനന്ദമാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദമാണ്. അതിനി വ്യഷ്ടി സമഷ്ടി ഒന്നും വരുന്നില്ലല്ലോ. ഉപാസന വേണ്ട, കാരണം നമ്മൾ തന്നെയാണ്. പിന്നെ ആരെ എവിടെ ഉപാസിക്കാൻ?
ആനന്ദം നമ്മളിൽ തന്നെ, നമ്മൾ തന്നെ ആനന്ദം, ആത്മാനന്ദം നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ തന്നെ ആത്മാ, ഞാൻ തന്നെ ആത്മാ, ഞാൻ തന്നെ ആനന്ദം. അപ്പൊ അവിടെ ഉപാസനയൊന്നും വരുന്നില്ല. പക്ഷെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രം. അതിനു വേണ്ടിയിട്ട് ഒരു ശരീരകൽപ്പന പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോ തസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയ. വിജ്ഞാനമയത്തിനപ്പുറം കുറെ കൂടെ സൂക്ഷ്മമായി എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ആനന്ദമയമുണ്ട് എന്ന് പറഞ്ഞു. തേനൈഷ പൂർണ്ണ, തേന ഏഷഹ പൂർണ്ണ. ആനന്ദമയ കോശത്തിനാൽ വിജ്ഞാനമയ കോശം പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നു. വിജ്ഞാനമയ കോശം ആനന്ദമയ കോശത്താൽ പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ എന്തായി? വിജ്ഞാനമയ കോശം പോയി ആനന്ദമയമായി, അവിടെ ആനന്ദം കൊണ്ട് നിറഞ്ഞു. സവായേഷ പുരുഷവിധ ഏവ. ആനന്ദമയം പുരുഷവിധ ഏവ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ മനുഷ്യ ശരീരം പോലെ നമ്മൾ ഇനി അതിനെ കാണുകയാണ്. നേരത്തെ പറഞ്ഞവര് വലത് കയ്യ്, ഇടത് കയ്യ്, മധ്യഭാഗം, പുച്ഛം, പ്രതിഷ്ഠ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ അതിനെ ആക്കി കൊണ്ടുവരിക. അന്വയം പുരുഷവിദഃ. അതായത് അതുപോലെ തന്നെ ചേർന്ന് ഈ പുരുഷ ശരീരത്തെയും കൽപ്പിക്കുന്നു. വിജ്ഞാനമയത്തിന് മറ്റുള്ള കോശങ്ങൾക്കൊക്കെ എങ്ങനെ കൽപ്പിച്ചോ അതുപോലെ ആനന്ദമയത്തിൽ അതിനോട് ചേർന്ന് ഇതിനെയും കൽപ്പിക്കുന്നു. തസ്യ പ്രിയമേവ ശിരഃ. തസ്യ പ്രിയമേവ ശിരഃ. പ്രിയം നേരത്തെ പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞ ആ പ്രിയം ശിരസ്സാണ്. പ്രിയവൃത്തി ശിരസ്സായിട്ട് കൽപ്പിക്കുന്നു. പ്രിയവൃത്തി മനസ്സിലായാലോ? ഒരു വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്ടപ്പെട്ട വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അതിനെ പ്രിയവൃത്തി എന്ന് പറഞ്ഞു. അത് ശിരസ്സായിട്ട് കൽപ്പിക്കുന്നു. ഇനിയോ, അപ്പൊ അതെന്താണ്? ഇഷ്ടവസ്തു ദർശന വൃത്തി. ഇഷ്ടവസ്തു ദർശന വൃത്തിയാണ് പ്രിയമേവ ശിരഃ എന്ന് പറഞ്ഞപ്പോൾ, ഇനിയോ മോദോ ദക്ഷിണപക്ഷഃ. മോദം, പ്രിയം കഴിഞ്ഞു മോദം പറഞ്ഞിരുന്നല്ലോ ഇന്നലെ. മോദവൃത്തി വലതുഭാഗം. പിന്നെയോ പ്രമോദഃ ഉത്തരപക്ഷഃ. പ്രമോദവൃത്തി ഇടതുപക്ഷം. പ്രമോദവൃത്തി ഇടതുപക്ഷം. ആനന്ദമയ കോശത്തിന്റെ 3 വിധമായ താരതമ്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരകൽപ്പന വെച്ച് പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു. ശരീരകൽപ്പനയിലേക്ക് എത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിനെ ശരീരകൽപ്പനയുമായിട്ട് ബന്ധിപ്പിക്കുക. താരതമ്യം എന്ന് പറഞ്ഞാൽ തന്നെ വികാരമാണ്, മാറ്റമാണ്, മോഡിഫിക്കേഷനാണ്. അല്ലെങ്കിൽ താരതമ്യം വരണ്ടല്ലോ. സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ആനന്ദമയ കോശത്തിന്റെ മാറ്റത്തെ കാണിച്ചു തരാനായിട്ടാണ് ഇവിടെ ശരീരകൽപ്പന എടുത്തിരിക്കുന്നത്. ശരീരകൽപ്പനയില് പ്രിയം, മോദം, പ്രമോദം എന്ന് പറഞ്ഞ മാറ്റത്തെ കാണിച്ചു തന്നു. ഇത് വ്യഷ്ടി സമഷ്ടി ഐക്യത്തിനും ഉപാസനയ്ക്കും വേണ്ടിയല്ല. ആ ഏറ്റക്കുറച്ചിലിനെ, ആനന്ദത്തിന്റെ ആ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ആനന്ദം വസ്തുക്കളിൽ അല്ല എന്നുള്ള മനസ്സിലാക്കി തരാൻ, വസ്തുക്കളിലല്ല ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഇത് ഉപയോഗിച്ചത്. നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന സുഖത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ ഉപനിഷത്തിന് ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ആ ഏറ്റക്കുറച്ചിലുകളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഒരു ശരീരകൽപ്പന വെച്ച് പ്രിയ, മോദ, പ്രമോദ വൃത്തികളെ സുഖത്തിന്റെ ഏറ്റക്കുറച്ചിലാണ്, ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലാണ് എന്ന് പറഞ്ഞു തന്നു. ഇത് വസ്തുക്കളിലല്ല, നമ്മുടെ ഉള്ളിൽ പ്രതിബിംബിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പ്രതിബിംബം സൂക്ഷ്മമാകും തോറുമാണ് അത് വലുതായി വലുതായി വരുന്നത് എന്ന് കാണിച്ചു. ഈ 3ലും നമ്മുടെ ചിന്തകളുണ്ട്. ഇന്നലെ പറഞ്ഞല്ലോ, സൂക്ഷ്മമാകുന്തോറും ആനന്ദം കൂടിക്കൂടി വരും. വൃത്തികൾക്ക്, ചിന്തകൾക്ക് സ്വയം ആനന്ദം ഇല്ല. വസ്തുനിമിത്തം മാത്രമാണ്
വൃത്തികൾക്ക്, ചിന്തകൾക്ക് സ്വയം ആനന്ദമില്ല. വസ്തു നിമിത്തം മാത്രമാണ്. വസ്തു നിമിത്തം മാത്രമാണ്, കാരണമല്ല. വസ്തു കാരണമല്ല, നിമിത്തമാണ്. വസ്തു നിമിത്തം വൃത്തിയാണ് ഉണ്ടാകുന്നത്. വസ്തു നിമിത്തമാണ് വസ്തുക്കള്, അതിൽ നിന്ന് വൃത്തി വരുന്നു എന്ന് മാത്രം. ഒരിക്കൽ ഇഷ്ടമായ വസ്തുവിനെ പിന്നീട് ഇഷ്ടമല്ലാതായെങ്കിൽ എന്ത് വൃത്തിയാ വരിക? അതുകൊണ്ടാണ് നിമിത്തം മാത്രമാണ് വസ്തു എന്ന് പറയുന്നത്. ഒരിക്കൽ ഇഷ്ടമായ വസ്തു പിന്നീട് ഇഷ്ടമല്ലാതായെങ്കിൽ എന്ത് വൃത്തി വരും? ക്രോധവൃത്തിയോ വെറുപ്പോ ദുഃഖമോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വരാം. സുഖമല്ല അവിടെ ഉണ്ടാവും, ആനന്ദവൃത്തി, സുഖവൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് വസ്തു തനിയെ സുഖസ്വരൂപമല്ല എന്ന് വ്യക്തം. അങ്ങനെ വൃത്തി ശരിക്കും പറഞ്ഞാൽ എന്താണ്? വൃത്തി ജഡമാണ്. വൃത്തി ജഡമാണ്. വസ്തു ആനന്ദം തരില്ല. പിന്നെ ആനന്ദത്തിന്റെ സോഴ്സ് ഏത്? ആനന്ദത്തിന്റെ സോഴ്സ് ഏത്? ആനന്ദം എവിടെ നിന്ന് വരുന്നു? വസ്തു തരില്ല, വൃത്തി തരില്ല, പിന്നെ എവിടെ നിന്ന് വരുന്നു? നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. ആനന്ദ ആത്മാ, ആത്മാ ആനന്ദ, അതാണ് അതിനുള്ള മറുപടി. എവിടെ നിന്ന് വരുന്നു? ആനന്ദ ആത്മാവിൽ നിന്ന്. ആത്മാ ആനന്ദ. ഇവിടെ ആത്മാ എന്നത് സാധാരണ കാരണമായിട്ടാണ് എടുക്കുന്നത്, സാമാന്യമായ ഒരു കാരണമായിട്ട് എടുക്കുന്നു. ആനന്ദം സ്വരൂപമായി ആത്മാവായി ഇരിക്കുന്നു. ആനന്ദം സ്വരൂപമായി, സ്വന്തം രൂപമായി ആത്മാവായി ഇരിക്കുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു? ഉടലിന്റെ മധ്യഭാഗത്തെ ആത്മാ എന്നും, മധ്യഭാഗത്തെ ആത്മാ എന്ന് പറഞ്ഞിരുന്നില്ലേ മറ്റുള്ള കോശങ്ങൾ വരുമ്പോ? താഴത്തെ ഭാഗത്തെ പുച്ഛം പ്രതിഷ്ഠ എന്നും പറഞ്ഞിരുന്നു. ഓരോന്നിനും ആത്മാ ആത്മാ എന്ന് പറഞ്ഞല്ലോ, മറന്നു പോകരുതേ. ഓരോ കോശത്തിനും അതാണ് ആത്മാ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് മധ്യഭാഗവും പുച്ഛമായിട്ടൊക്കെ പറഞ്ഞു. ഇവിടെ ആത്മാ ശരീര അവയവമല്ല. ഇവിടെ ആത്മാ ശരീര അവയവമല്ല. ആനന്ദ ആത്മാ എന്നാൽ ആനന്ദരൂപമായ ആത്മാവ്. ആനന്ദരൂപമായ ആത്മാവ്, ഒരു അവയവമായിട്ടല്ല, ആനന്ദരൂപ ആത്മാ. അത് മൂന്ന് വിധം ആനന്ദമായിരിക്കുന്നതിന്റെ ഉപാദാന കാരണം. മൂന്ന് വിധം ആനന്ദമായിരിക്കുന്നതിന്റെ ഉപാദാന കാരണമാണ്. ഇവിടെ ആത്മാ, മുഖ്യ ആത്മാ കോശമല്ല, അതിന് വെളിയിലാണ്. കോശമല്ല. കോശം എന്ന് പറഞ്ഞൊരു ഉറയാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ, പണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കോശമല്ല ഇവിടെ. ഇവിടെ അതിന് വെളിയിലാണ് ആനന്ദം, ആത്മാ. ഇവിടെ തന്നെ ആ മുഖ്യ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പുറത്തുള്ളത് മുഖ്യ ആത്മാവാണ്, ആനന്ദ ആത്മാവാണ് എന്ന് വെളിപ്പെടുത്തുന്നു. വേറെ കോശത്തിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. ഇനി ഒരു കോശത്തിലേക്ക് പോകണ്ട. അന്നമയ കോശത്തൊട്ട് അന്വേഷിച്ച് വന്നു. ഇനി വേറെ കോശത്തിലേക്ക് പോകണ്ട. ഇവിടെ തന്നെ ഇത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ ആത്മാ, പ്രിയ മോദ പ്രമോദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ആത്മാ. അത് ആനന്ദ ആത്മാ. വൃത്തിക്കകത്തിരുന്നു കൊണ്ട്, ചിന്തക്കകത്തിരുന്നു കൊണ്ട് പ്രതിബിംബിക്കപ്പെടുന്നതാണത്. പ്രതിബിംബിക്കപ്പെടുന്നു. ഈ ആത്മാവിന് ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ. ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ. ഇവിടെ ബ്രഹ്മ എന്നാൽ മുഖ്യ ആത്മ. ബ്രഹ്മശബ്ദം കൊണ്ട് ഇവിടെ മുഖ്യ ആത്മാ, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല ഈ വാക്ക്. ഇവിടെ ബ്രഹ്മ എന്നാൽ മുഖ്യ ആത്മാ. അതുകൊണ്ട്
ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു അദ്വൈതം ബ്രഹ്മ. ഇവിടെയാണ് അദ്ദേഹം അത് മെയിനായിട്ട് പറയുന്നത്. ശങ്കരാചാര്യസ്വാമി ഇവിടെ പറയുകയാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള സ്ഥലത്ത് മുഖ്യ ആത്മാ ബ്രഹ്മ, അദ്വൈതം ബ്രഹ്മ, പൂർണ്ണ ബ്രഹ്മ, അതിന്റെ പ്രതിഷ്ഠ അതായത് ആധാരം ഈ പൂർണ്ണ ബ്രഹ്മമാണ്. ആധാരം, ഇതിനു മുമ്പ് ആധാരം അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഓരോരോ ആധാരങ്ങൾ പറഞ്ഞു വന്നപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. ഇവിടെ പൂർണ്ണ ബ്രഹ്മമാണ് ആധാരം, അതാണ് പ്രതിഷ്ഠ, അവിടെയാണ് ഇരിക്കുന്നത്, അവിടെയാണ് ആനന്ദ ആത്മാ ബ്രഹ്മ എന്നറിയുന്നത്. ഒന്നുകൂടെ ചേർന്നു, അതിന്റെ കൂടെ ബ്രഹ്മ കൂടെ ചേർന്നു. ആനന്ദ ആത്മാ ബ്രഹ്മ. ആനന്ദമയ കോശത്തിന് ആനന്ദത്തെ കൊടുക്കുന്നു ആര്? സാക്ഷാൽ ബ്രഹ്മം. അതുകൊണ്ട് ആധാരമായിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ പരബ്രഹ്മം. ആധാരം അതായത് പ്രതിഷ്ഠ, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളതിന്റെ സാരം അതാണ്. ആനന്ദ ആത്മാവിന് ബ്രഹ്മം തന്നെ പ്രതിഷ്ഠയായിരിക്കുന്നു. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഈ രണ്ട് വാക്യങ്ങളിലൂടെ ആത്മതത്വം വെളിപ്പെടുത്തുന്നു ഉപനിഷത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യാണ്. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഉപനിഷത്ത് ആത്മതത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? മനസ്സിൽ സൂക്ഷ്മമായ വൃത്തികൾ ഉണ്ട്. മനസ്സിൽ സൂക്ഷ്മമായ വൃത്തികളുണ്ട്. അത് ജഡം. പുറത്തുള്ള വസ്തുക്കളിൽ ആനന്ദം ഇല്ല, അതും ജഡം. വൃത്തിയിലും ആനന്ദമില്ല, അതും ജഡം. എന്നാൽ വൃത്തിയിൽ ഉള്ള പലവിധ താരതമ്യങ്ങളെ അനുഭവിക്കുന്നു. എല്ലാം ജഡമാണെങ്കിലും വൃത്തിയിലുള്ള താരതമ്യങ്ങളെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ആനന്ദത്തിന്റെ മൂലം എവിടുന്ന്? എന്ത്? ആനന്ദത്തിന്റെ മൂലം എന്ത്? ഇത് സാമാന്യ ആനന്ദം. ഇങ്ങനെ ഏത് സാമാന്യ ആനന്ദമാണ് ഇങ്ങനെ വെളിപ്പെടുന്നത്? ഏതാനന്ദാണ് ഇങ്ങനെ വെളിപ്പെടുന്നത് എന്നതിന് ആനന്ദ ആത്മാ എന്ന് പറയും. ആനന്ദ ആത്മാവിലാണ് വെളിപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ബ്രഹ്മം എന്നും പറയും. അതാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ബ്രഹ്മത്തിൽ തന്നെ പ്രതിഷ്ഠ നേടിയിരിക്കുന്നതിനാലാണ് ആ ആനന്ദ ആത്മാ ആയി മാറിയത്. സൂത്രവാക്യത്തിൽ പറഞ്ഞ ആത്മാവിനെ, ബ്രഹ്മത്തിനെ ഇവിടെ പറഞ്ഞു തരുന്നു. ഏതാ സൂത്രവാക്യം? ബ്രഹ്മവിദാപ്നോതി പരം. അവിടെ പറഞ്ഞ ആ ബ്രഹ്മത്തിനെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പല പല രീതിയിൽ പല പല അർത്ഥങ്ങൾ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. ആ ആദ്യം പറഞ്ഞ അതേ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയാ ഇവിടേക്കൊക്കെ എത്തിയത്? അധ്യാരോപ അപവാദ രീതി ഉപയോഗിച്ചാ വന്നേ. ഓർമ്മയുണ്ടോ? അധ്യാരോപം. ഓരോ കോശത്തിലും ആത്മാവിനെ അധ്യാരോപം ചെയ്ത് പിന്നീട് അത് ആത്മാ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അപവാദം ചെയ്ത് അടുത്ത കോശത്തില് അവിടെയും അധ്യാരോപം ചെയ്ത് ആത്മാവാണെന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ കാര്യകാരണ സഹിതമെല്ലാം പറഞ്ഞ് അതിനെക്കാട്ടിലും സൂക്ഷ്മമായത് വേറെയുണ്ട്, അതുകൊണ്ട് ഇതാത്മാവല്ല എന്ന് പറഞ്ഞ് അപവാദം ചെയ്ത് അടുത്ത കോശത്തിലേക്ക് അങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോ ഇതാ അധ്യാരോപവും അപവാദവും എല്ലാം അവസാനിച്ച് അടുത്ത കോശത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അധ്യാരോപ അപവാദങ്ങളെ അവസാനിപ്പിക്കുന്നു. ബ്രഹ്മ പ്രതിഷ്ഠ. അതുകൊണ്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല.
പ്രതിഷ്ഠ ബ്രഹ്മത്തിലായി കഴിഞ്ഞു, സാക്ഷാൽ പരബ്രഹ്മത്തിലെത്തി ആത്മാപ്രതിഷ്ഠ എന്നുള്ളത്. അപ്പോ ബ്രഹ്മം ആധാരമായിരിക്കുന്നു. എവിടെയാണ് ബ്രഹ്മത്തെ അറിയിച്ചത്? നേരത്തെ ബ്രഹ്മത്തെ അറിയിച്ചൊരു സ്ഥലമുണ്ടായിരുന്നു, യോ വേദനിഹിതം ഗുഹായാം, ഇല്ലേ? മനസ്സിനകത്തു തന്നെ, ഹൃദയഗുഹയിൽ എന്ന് പറഞ്ഞു. ഇപ്പോഴോ മനസ്സിനകത്തു തന്നെ ഓരോരോ ആനന്ദത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആനന്ദ ആത്മ ഓരോ ആനന്ദത്തിനും ആധാരമായിരിക്കുന്നു. ആ ആനന്ദം പ്രതിബിംബിക്കപ്പെടുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നു. അപ്പോ തെളിഞ്ഞ മനസ്സിൽ നല്ല ആനന്ദം ഉണ്ടാകും എന്ന് പറയും. സൂക്ഷ്മമായി വരുമ്പോ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. കാണുമ്പോഴും കയ്യിൽ കിട്ടുമ്പോഴും അനുഭവിക്കുമ്പോഴുമുള്ള വ്യത്യാസത്തെ പറഞ്ഞു തന്നു. ആ വഴിക്കാണ് ഏറ്റവും നന്നായിട്ട് അത് മനസ്സിലാക്കി തന്നെ. അപ്പോ എവിടെയാ ഇരിക്കുന്നതെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ആ മനസ്സിനകത്ത് തന്നെ ഈ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു തന്ന് ഓരോരോ ആനന്ദത്തിനും ആരാധാരമായിരിക്കുന്നു എന്ന് ഇപ്പൊ പറഞ്ഞു തന്നു? ഈ ബ്രഹ്മം ആധാരമായിരിക്കുന്നതിനാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞ് യോ വേദനിഹിതം ഗുഹായാം എന്നും പറഞ്ഞു. പിന്നീട് ഓരോരോ ആനന്ദത്തിനും സുഖത്തിനും കാരണമായി ബിംബരൂപമായി ആ ബ്രഹ്മത്തെ അറിഞ്ഞുകൊള്ളണം എന്ന് ഉപനിഷത്ത് പറയുന്നു. ഇവിടെ അധ്യാരോപം അപവാദവും ഒക്കെ അവസാനിപ്പിച്ചു. മറ്റു വസ്തുക്കളിൽ, മറ്റ് ഉപനിഷത്തുക്കളിൽ മനസ്സിനുള്ളിൽ ചൈതന്യരൂപമായി അറിയണമെന്ന് പറയും. വേറെ ഉപനിഷത്തുകളിൽ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മനസ്സിനുള്ളില് ചൈതന്യരൂപമായി അറിയണം ആത്മാവിനെ എന്ന് പറയും. തൈത്തിരീയോപനിഷത്ത് മാത്രം ആനന്ദത്തെ പ്രധാനമായി കാണിച്ചിട്ട് ബ്രഹ്മതത്വത്തെ അറിയിക്കുന്നു. തൈത്തിരീയോപനിഷത്ത് മാത്രമേ അങ്ങനെ ചെയ്യുന്നു. മറ്റുള്ള ഉപനിഷത്തുകളൊക്കെ മനസ്സിൽ ചൈതന്യം, ആ ചൈതന്യ രൂപത്തെ, ചൈതന്യത്തെ അറിയണം, ആത്മാ എന്നുള്ള ചൈതന്യത്തെ മനസ്സിൽ അറിയണം എന്ന് പറഞ്ഞ് ആണ് ആത്മതത്വത്തെ പറഞ്ഞു തരുന്നത്. തൈത്തിരീയോപനിഷത്ത് മാത്രം ആനന്ദം എന്ന ആ അവസ്ഥയെ ഉപയോഗിച്ചും കൊണ്ട് ആത്മതത്വത്തെ പഠിപ്പിക്കുന്നു. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നു. അതെല്ലാവരും പറയുന്നുണ്ട്. തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞു തരുന്ന പോലെ ഇത്രയും സിമ്പിളായിട്ട് വേറൊരു ഉപനിഷത്തും പറഞ്ഞു തരുന്നില്ല. വളരെ വിശദമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ അതിന് ഭാഷ്യം വളരെ ഗംഭീരമായിട്ട് എഴുതാനും കാരണം. എന്താ വെച്ചാൽ സാധാരണക്കാരന് ഉപകരിക്കും വളരെ പെട്ടെന്ന് എന്ന് അദ്ദേഹം അറിഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനം എഴുതി അതിന്. അപ്പൊ ഇവിടെ ആനന്ദം എന്ന ഒരു പ്രക്രിയയെ ഉപയോഗിച്ചിട്ടാണ്, ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആനന്ദം ആണ് ഉപയോഗിച്ചത് ആത്മാവിനെ അറിയിക്കാനായിട്ട്. അന്നത്തെ വിട്ടു, പ്രാണനെ വിട്ടു, മനോമയത്തെ വിട്ടു, വിജ്ഞാനത്തെ വിട്ടു, എന്നിട്ട് ആനന്ദത്തിൽ കൂടി വന്ന് ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ എടുത്ത് ആത്മാവിനെ കാണിച്ചു തരുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി. മറ്റുള്ള സ്ഥലത്തൊക്കെ വന്ന പോലെ ഇവിടെയും വരുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി. ഈ അർത്ഥത്തിൽ, അതായത് ആനന്ദ ആത്മാവിനെ പറ്റി പറയുന്ന അർത്ഥത്തിൽ ഒരു മന്ത്രം അടുത്ത അനുവാദത്തിൽ വരുന്നു. ഈ അർത്ഥത്തിൽ ആനന്ദ ആത്മാവിനെ പറ്റി പറയുന്ന അർത്ഥത്തില് ഒരു മന്ത്രം വരാനിരിക്കുന്നു അടുത്ത അനുവാദത്തില്. അങ്ങനെ 6ാം അനുവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 6ാം അനുവാദത്തിലെ കുറച്ചു ഭാഗം ആണ് ആദ്യം എടുക്കുന്നത്, മുഴുവനായിട്ടല്ല, കുറച്ചു ഭാഗം. അത് നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് നോക്കാം. 2-3 വരിയേ ഉള്ളൂ. അസന്നേവ സഭവതി, അസന്നേവ സഭവതി, അസദ്ബ്രഹ്മേതി വേദ ചേത്, അസദ്ബ്രഹ്മേതി വേദ ചേത്, അസ്തി ബ്രഹ്മേതി ചേദ്വേദ, അസ്തി ബ്രഹ്മേതി ചേദ്വേദ, സന്തമേനന്ദതോ വിദുരിതി,
സന്തമേനന്ദതോ വിദുരിതി തസ്യൈഷ ഏവ ശാരീര ആത്മാ തസ്യൈഷ ഏവ ശാരീര ആത്മാ യപൂർവസ്യ യപൂർവസ്യ. ഇത്രയും ഭാഗം മാത്രം എടുത്തിട്ടാണ് ആ ആദ്യത്തെ ഭാഗത്തെ ആറാമത്തെ അനുഭാഗത്തിൽ പറഞ്ഞു തരുന്നത്. തദപ്യേഷ ശ്ലോകോപവതി എന്നുള്ളത് ഇത്രയും ഭാഗം മതി. അസന്നേവ സഭപതി അസദ് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേദ്വേദ സന്തമേനന്ദതോ വിദുരിതി തസ്യൈഷ ഏവ ശാരീര ആത്മാ യപൂർവസ്യ. എന്താ പറയുന്നതെന്ന് നോക്കാം. അഞ്ചാം അനുഭാഗത്തിന്റെ മൊത്തത്തിലുള്ള സാരത്തെ ഒന്നുകൂടെ നോക്കിയിട്ട് പോയാലേ ഇത് ഒന്നുകൂടെ മനസ്സിൽ നന്നായിട്ട് ഉറയ്ക്കുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഇത്തിരി ടഫായിട്ടുള്ള ഒരു ഭാഗത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. അപ്പൊ എന്താണ് അഞ്ചാം അനുഭാഗത്തിന്റെ സാരം? വിജ്ഞാനമയ സർവകർത്ത. വിജ്ഞാനമയ സർവകർത്ത, എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നത് വിജ്ഞാനമയ കോശം. സർവകർമ്മകർത്ത. വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞു. കർമാണി തനുതേ പിത എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കർത്താവായിരിക്കുന്നു വിജ്ഞാനമയ കോശം. ദേവന്മാരും വിജ്ഞാനമയത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നു എന്നും അവിടെ പറഞ്ഞു. ദേവന്മാരും വിജ്ഞാനമയത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നു എന്നവിടെ പറഞ്ഞു. വ്യഷ്ടി സമഷ്ടി ഉപാസനം ഫലമാണെന്ന് പറഞ്ഞു. വ്യഷ്ടി സമഷ്ടി ഉപാസനമുണ്ട് എന്ന് പറഞ്ഞു. ഫലം ഹിരണ്യഗർഭൻ. അവിടെ സമഷ്ടി അഹങ്കാരം, വ്യഷ്ടി അഹങ്കാരം വ്യഷ്ടിയും ഹിരണ്യഗർഭൻ സമഷ്ടിയുമായി പറഞ്ഞു. എന്നിട്ട് ഉപാസന കൊണ്ട് ഹിരണ്യഗർഭനെ പ്രാപിച്ച് അവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ എന്തുണ്ടാവും എന്ന് പറഞ്ഞു? ശരീരേ പാപ്മനോ ഹിത്വ സർവാൻ കാമാൻ സമശ്രുത ഇതി എന്ന് പറഞ്ഞു. സകാമ ഉപാസന ചെയ്യുന്നവര് ശരീരേ പാപ്മനോ ഹിത്വ സർവാൻ കാമാൻ സമശ്രുത ഇതി എന്ന് പറഞ്ഞു. നിഷ്കാമ ആയിട്ട് ഉപാസന ചെയ്യുന്നവരോ, സകാമ ഉപാസന ചെയ്യുന്നവര് ഇങ്ങനെ, നിഷ്കാമം ചെയ്യുന്നവരോ അവര് അടുത്ത കോശത്തിന്, അതായത് ആനന്ദമയ കോശത്തിലേക്ക് പ്രവേശിക്കാൻ അർഹത നേടിയവരായിരിക്കുന്നു എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ആനന്ദമയ കോശത്തെ പറഞ്ഞു. അവിടെ അവയവകൽപ്പന ചെയ്തു. എങ്ങനെ അവയവകൽപ്പന ചെയ്തു? പ്രിയ, മോദ, പ്രമോദ വികാരമായിട്ട്, മാറ്റമായിട്ട്, മോഡിഫിക്കേഷനായിട്ട് അവയവകൽപ്പന പറഞ്ഞു. അതിനുശേഷം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു. അവയവകൽപ്പന ഉപാസനയ്ക്ക് വേണ്ടി അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ബ്രഹ്മത്തെ അറിയിക്കാനായിട്ടാണ് ആ അവയവകൽപ്പന പറഞ്ഞത്. നിരാകരണം ഇവിടെ തന്നെ തുടങ്ങി. നിരാകരണം ഇവിടെ തന്നെ തുടങ്ങി. ആനന്ദ തത്വം പറഞ്ഞു. നിരാകരണം എങ്ങനെ പറഞ്ഞു? ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഈ ആനന്ദം വരുന്നത്, അതിന്റെ പ്രതിബിംബമാണ് എന്ന് പറഞ്ഞ് നിരാകരണം അവിടെ തുടങ്ങി മനസ്സിലാക്കി. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാണ് നിരാകരണം പറഞ്ഞത്. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ബ്രഹ്മത്തിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് ആനന്ദ ആത്മാ, അങ്ങനെ ആത്മാവിനെ അറിയിക്കുന്നു. ഇനി നോക്കേണ്ടത് ആറാം അനുഭാഗത്തെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ചില ചിന്തകള്, അതിന് വൃത്തി എന്നാണല്ലോ പറയുന്നത്. മനസ്സിലെ ചിന്തകളെ വൃത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വൃത്തികള് ശരിക്കും ജഡമാണെന്ന് പറയും. ഈ വൃത്തികള് ജഡമാണെന്നാണ് പറയുന്നത്. ജഡമായ വൃത്തിയിൽ അറിവോ ആനന്ദമോ ഉണ്ടാകാൻ പറ്റില്ല എന്ന് ഉപനിഷത്ത് പറയുന്നു. ജഡമായ വൃത്തിയില് ചൈതന്യമല്ല എന്നർത്ഥം. ജഡമായ വൃത്തിയില് അതിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. ജഡമായ വൃത്തിയില് അറിവോ ആനന്ദമോ ഉണ്ടാകാൻ പറ്റില്ല. ആനന്ദം അഥവാ ചൈതന്യം, അതായത് ചേതന തത്വം ആണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ചേതന തത്വമാണ്. വൃത്തിയിൽ
ആനന്ദം ഉണ്ടായി അതിന് നിലനിൽക്കാൻ പറ്റില്ല. വൃത്തിയില് ഒരു ആനന്ദം ഉണ്ടായി അതിന് നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ ആനന്ദം അനുഭവിക്കുന്നു, നിലനിൽക്കാൻ പറ്റുന്നില്ല, ആനന്ദം അനുഭവിക്കുന്നു. ആ വൃത്തിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആനന്ദം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നിലനിൽക്കില്ല. അതും പല കൂടുതൽ കുറവായി ഗ്രഡേഷനിൽ കൂടിയാണ് നടക്കുന്നത്, അല്ലെ? ആദ്യം ഉണ്ടായി പിന്നീട് ഒരേ വസ്തുവിൽ ആനന്ദം ഉണ്ടാവുന്നില്ലല്ലോ. ആദ്യം ഒരു വസ്തുവിൽ ആനന്ദം ഉണ്ടായി പിന്നെ ഉണ്ടാവുന്നില്ല, അത് കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്യാറോ അത് ഇല്ലാണ്ടാവുന്നു. മാത്രമല്ല ഇടയ്ക്ക് വെറുപ്പം തോന്നും, പിന്നെ അത് കാണാൻ ദേഷ്യവും കൂടെ ആവുന്നു. അങ്ങനെ അത് മാറി. അപ്പൊ അതുകൊണ്ട് അത് ജഡമായിട്ട് തന്നെയാണ്, ചേതനമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനെ അതിന് കാരണം ആത്മാവിന്റെ ആനന്ദം ഈ സൂക്ഷ്മമായ പ്രതിബിംബത്തില്, വൃത്തിയില് പ്രതിബിംബിക്കുമ്പോൾ വിവിധ ഭോഗങ്ങളെ അനുഭവിക്കുന്നത് കൊണ്ടാണ്. സൂക്ഷ്മമായ വൃത്തിയില് പ്രതിബിംബിക്കുമ്പോൾ മാത്രമാണ് ഈ ആനന്ദം വിവിധ ഭോഗങ്ങളെ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു? സുഖം എന്നാൽ പുറത്തുള്ള വസ്തുവിൽ നിന്ന് വരുന്നു എന്ന് വിചാരിക്കും. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വസ്തു, ഇഷ്ടപ്പെട്ട വസ്തു കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞ ഗ്രഡേഷൻ ഒക്കെ ഉണ്ടായി സുഖം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ നിലനിൽക്കുന്നില്ല. അപ്പോ നമ്മൾ വിചാരിക്കുന്ന എന്താ? പുറത്തുള്ള വസ്തുവിൽ നിന്ന് സുഖം ലഭിച്ചു എന്ന് ധരിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. പദാർത്ഥങ്ങൾ പ്രിയമോദ പ്രമോദ അവസ്ഥകൾ ഉണ്ടാകാൻ കാരണമായി തീരുന്നു. പ്രിയമോദ പ്രമോദ അവസ്ഥകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. വസ്തു സുഖം തരുമെങ്കിൽ ആ ഒരു വസ്തുവിൽ നിന്ന്, സുഖം തരുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് വിചാരിക്കുക, അതിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ സുഖം ലഭിക്കണമല്ലോ. വസ്തുവാണ് സുഖം തരുന്നത് എങ്കിൽ എല്ലാവർക്കും ആ വസ്തുവിൽ നിന്ന് സുഖം ഒരുപോലെ ലഭിക്കണം. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ ലോകത്തിൽ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ വസ്തുക്കളോട് ഇഷ്ടം, പലർക്കും പലതിനോട് ഇഷ്ടം, ഒരാൾക്ക് ഇഷ്ടമുള്ളത് ഒരാൾക്ക് വെറുപ്പ്. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് നമ്മുടെ ഇടയിൽ? പലർക്കും ആ ഡൈവേഴ്സിറ്റി പല രീതിയിലാണ്. സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണല്ലോ ഡൈവേഴ്സിറ്റി. ഇപ്പോ മദ്യം അല്ലേ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മദ്യം. വേറെ ചിലർക്കോ അത്രയും ദേഷ്യവും. എത്രമാത്രം ഒരാൾക്ക് ഇഷ്ടമാണോ അതിന്റെ എത്രയോ ഇരട്ടി ദേഷ്യവും ഉണ്ട് പലർക്കും. ചിലർക്ക് ഏറ്റവും സന്തോഷമാണ് മദ്യം, അതാണ് ആനന്ദം, മദ്യമാണ് ആനന്ദം. അപ്പോ അവിടെ തന്നെ ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മദ്യം ആനന്ദമാണെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ആനന്ദം അതിൽ നിന്ന് കിട്ടണം, എല്ലാവരും അത് ഇഷ്ടപ്പെടുകയും വേണം. ആനന്ദമുള്ളതിനെ ഇഷ്ടപ്പെടുമല്ലോ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് മദ്യം ഇഷ്ടപ്പെടുന്നില്ല പലരും? അത് ആനന്ദമല്ല തരുന്നത് എന്നുള്ളത് അറിയാം, അതുകൊണ്ട്. അപ്പോ എല്ലാ വസ്തുക്കളിലുമാണ് ആനന്ദം എന്ന് പറയുന്നത് ശരിയല്ല, വസ്തുക്കളിലല്ല. മോഹം ആണ് ഈ ആനന്ദത്തെ തരുന്ന. മോഹം പ്രിയമോദ പ്രമോദത്തിന് ആധാരമായിട്ടാണ് ആനന്ദം വരുന്നത്. വൃത്തി ഉണ്ടാകുന്നു, ആ വൃത്തി പ്രതിബിംബിക്കപ്പെടുമ്പോൾ അത് ആനന്ദമായി മാറുന്നു. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് ലഭിക്കുന്ന ആനന്ദം ആത്മാനന്ദം തന്നെയാണ്. ഓരോ വസ്തുവിൽ നിന്നും കിട്ടുന്ന ആനന്ദം ആത്മാനന്ദമാണ്. അതാണ് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന വസ്തുവിൽ നിന്നും കിട്ടുന്ന ഒരു എന്തോ ഒരു ആനന്ദമല്ല, നിങ്ങൾ അനുഭവിക്കുന്നത് ആത്മാനന്ദം തന്നെയാണ്, സൂക്ഷ്മമായി പ്രതിബിംബത്തിൽ ഉണ്ടാകുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോ, വസ്തുവല്ല തരുന്നേ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോ പിന്നെ എവിടെ നിന്ന് ഇത് വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള തോന്നൽ ഉണ്ടാവും. അങ്ങനെ എവിടുന്നാണ്, വസ്തുവിൽ നിന്നല്ലാതെ എവിടുന്നാണ് നോക്കുമ്പോൾ വൃത്തിയാണ്. വൃത്തി എവിടെ ഉണ്ടാകുന്നു? മനസ്സിലുണ്ടാകുന്നു. അപ്പൊ ആനന്ദത്തെ എടുക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം ഉള്ള് നിറയെ ആനന്ദമാണ്. അപ്പോ മറ്റു മനുഷ്യത്തില് മനസ്സിലെ ചിതാഭാസനെ ആത്മാ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. തൈത്തരീയ ഉപനിഷത്തില്
മനസ്സിലെ ആനന്ദത്തെ എടുത്ത്, പ്രതിബിംബ ആനന്ദത്തെ എടുത്ത് ബിംബാനന്ദം ആത്മാ എന്ന് പറഞ്ഞു തരുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ അത്രയും പറഞ്ഞപ്പോ അഞ്ചാം അനുവാകം സമാപിച്ചു. ഇത്രയും ക്ലിയർ ആയല്ലോ. അഞ്ചാമത്തെ അനുവാകം വളരെ നന്നായിട്ട് മനസ്സിലായാലേ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകും തോറും മനസ്സിലാവുള്ളൂ. അപ്പൊ അഞ്ചാമത്തെ അനുവാകം പറഞ്ഞത് അവസാനം വന്നു നിന്നത് പ്രതിബിംബ ആനന്ദത്തെ എടുത്ത് ബിംബാനന്ദം ആത്മാ എന്ന് പറഞ്ഞു തരുന്നു. ഈ ബ്രഹ്മാനന്ദവല്ലിയില് മൊത്തം 9 അനുവാകമാണ്. ബ്രഹ്മാനന്ദവല്ലിയില് 9 അനുവാകമുണ്ട്. ആദ്യത്തെ 5 എണ്ണം ഓരോന്നായി ഡെവലപ്പായി മുന്നോട്ട് വന്നു. 6, 7, 8, 9 അനുവാകങ്ങൾ ഓരോ വേറെ സബ്ജക്റ്റുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ 5 എണ്ണം ഓരോ കോശമനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് ബ്രഹ്മവിദാപ്നോതി പരം എന്ന് തുടങ്ങി ആനന്ദമയ കോശം വരെ വന്ന് നമുക്ക് ബിംബാനന്ദമാത്മാ എന്ന് പറഞ്ഞു തന്ന് നിന്ന് 6, 7, 8, 9 വേറെ സബ്ജക്റ്റ് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 5 അനുവാകം പഠിച്ചതിൽ ആദ്യത്തെ 5 അനുവാകം നമ്മൾ പഠിച്ചതിൽ 3 കാര്യമാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട എപ്പോഴും. എന്തിനാ അങ്ങനെ വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന റൂട്ട്. ശങ്കരാചാര്യസ്വാമികൾ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മളതൊന്നും ഒഴിവാക്കി പോകാൻ പറ്റില്ല. ഒന്ന് ഓർത്തിരിക്കേണ്ടത് സൂത്രവാക്യം. എപ്പ കേട്ടാലും സൂത്രവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഉടനെ ഓർമ്മ വരണം. എന്ന് ബ്രഹ്മവിദ് പരം എന്നുള്ളത് അതാണ് സൂത്രവാക്യം. ബ്രഹ്മവിദ് ആപ്നോതി പരം, ബ്രഹ്മവിദഃ പരം ആപ്നോതി, ബ്രഹ്മവിദ് പരം ആപ്നോതി. പിന്നെന്താണ്? അപ്പോ അത് സൂത്രവാക്യം. പിന്നെ രണ്ടാമത് വൃത്തിവാക്യം എന്ന് പറയും. അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ആദ്യത്തെ സൂത്രവാക്യത്തിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനാണ് വൃത്തിവാക്യം എന്ന് പറയുന്നത്. അതെന്താണ് കൊടുത്തത്? നമ്മള് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണത്തെ പറഞ്ഞു. സത്യം ജ്ഞാനം അനന്തം. പിന്നെ എവിടെ കാണുക എന്ന് പറഞ്ഞു? യോ വേദനിഹിതം ഗുഹായാം, യോ വേദനിഹിതം ഗുഹായാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുണ്ടാവും എന്ന് പറഞ്ഞു? സോശ്രുതേ സർവാൻ കാമാൻ ബ്രഹ്മണ സഹ വിപശ്ചിത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ചെറിയ സൂത്രവാക്യത്തിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ തന്നു മനസ്സിലാക്കി. അപ്പോ പൂർണ്ണ മനസ്സംതൃപ്തി ഉണ്ടാവും ബ്രഹ്മത്തെ അറിഞ്ഞാൽ എന്ന് പറഞ്ഞു നിർത്തി. ഹൃദയ ഗുഹയില് ബ്രഹ്മത്തെ അറിയുമ്പോൾ പൂർണ്ണ മനസ്സംതൃപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെയാണ് വിശദമായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് കടന്നത്. സൂത്രവാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് വൃത്തിവാക്യം, വൃത്തിവാക്യത്തെ വ്യാഖ്യാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്തേ? അധ്യാരോപ അപവാദ വഴി ഉപയോഗിച്ച്, അധ്യാരോപ അപവാദ വഴി ഉപയോഗിച്ച് അത് പറഞ്ഞു തന്നു. അതെങ്ങനെയാ പറഞ്ഞു തന്നെ? പഞ്ചഭൂത സൃഷ്ടിദ്വാര അധ്യാരോപ. അങ്ങനെയല്ലേ ബ്രഹ്മത്തിന്റെ അധ്യാരോപം ചെയ്തത്? പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച് അവിടെ നിന്ന് തന്നെ സ്വയം അതിൽ നിന്ന് തന്നെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച് അതിലെല്ലാം പ്രവേശിച്ച് അങ്ങനെ അധ്യാരോപം ചെയ്തു. പഞ്ചകോശങ്ങളെ സൃഷ്ടിച്ചു. പഞ്ചകോശദ്വാര പിന്നെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച് പിന്നെയാണ് നമ്മൾ പഞ്ചകോശങ്ങളിലേക്ക് കടന്ന ആത്മാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങ് വന്ന് പിന്നെ അതിനെ അപവാദം ചെയ്ത് ആനന്ദമയത്തിലെത്തി എല്ലാ അപവാദങ്ങളും ചെയ്തു. അവസാനം എന്ത് ഫലമുണ്ടായി? ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. അവിടം വരെ വന്നു നിന്നു. ഓരോ വൃത്തിയിലെയും ചിന്തയിലെയും ആനന്ദമായി, ഓരോ വൃത്തിയിലെയും ചിന്തയിലെയും ആനന്ദമായി അധിഷ്ഠാനമായി ബ്രഹ്മം ഇരിക്കുന്നു. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഈ വാക്ക് ഒരിക്കലും മറന്നു പോകരുത്. ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ഈ അവസാനത്തതും ബ്രഹ്മവിദ് ആപ്നോതി പരം എന്നുള്ളതും തമ്മിലാണ് ആ കണക്ഷൻ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരിക ചെയ്തത്. ഞാൻ ആനന്ദ ആത്മാവാണ് എന്ന് അറിയുന്നു. ബാക്കിയെല്ലാം ഞാൻ ആനന്ദ ആത്മാ ഒഴികെ ബാക്കി ഉള്ളതെല്ലാം അനാത്മാ. സൃഷ്ടികർത്ത ബ്രഹ്മ. എൻ്റെ മനസ്സിലെ
എല്ലാ ആനന്ദത്തിൻ്റെയും ആധാരമായിരിക്കുന്നു ഞാൻ തന്നെ. ഞാനായിരിക്കുന്നു ബ്രഹ്മം, ഞാൻ തന്നെ, എന്നിൽ തന്നെ ആനന്ദം. ഇനി 6-ാം അനുവാകം. ആദ്യത്തെ 2 വരി ഋക്മന്ത്രമാണ്, നേരത്തെ പറഞ്ഞ ഇപ്പൊ വായിച്ച 2 വരി. തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് പറഞ്ഞ 5-ാം അനുവാകം നിർത്തി ഇതിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്നതാണ് 6-ാമത്തെ അനുവാകത്തില്. ആനന്ദാത്മാവായിരിക്കുന്ന ബ്രഹ്മതത്വ വിഷയത്തിലാണ് ഇനി കൂടുതൽ വിശദീകരണം വരുന്നത്. ആനന്ദ തത്വമായിരിക്കുന്ന ആനന്ദ ആത്മാവായിരിക്കുന്ന ആ ബ്രഹ്മതത്വ വിഷയത്തില് ഇനി കൂടുതൽ ചർച്ച വരുന്നു. ആനന്ദമയ കോശത്തിന് ആധാരമായ ബ്രഹ്മതത്വ വിഷയത്തിൽ ഈ മന്ത്രം വരുന്നു എന്ന് പറഞ്ഞാണ് ആ 2 മന്ത്രങ്ങള്. ഇവിടെ ആനന്ദമയ കോശത്തിന്റെ വൃഷ്ടി സമഷ്ടി ഐക്യമോ ഉപാസനയോ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് വേണ്ടല്ലോ, വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു നമ്മള്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, അതെല്ലാം ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ആനന്ദമയ കോശത്തിൽ തന്നെ ആനന്ദ ആത്മാ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഒരു ഐക്യത്തെ വേറെ അവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഐക്യത്തെ ചെയ്യേണ്ടാത്തത് കൊണ്ട് ഉപാസനയുടെയും ആവശ്യമില്ല. ഇവിടെ 2 കാര്യം നമ്മൾ ഇനി ചർച്ച ചെയ്യും. 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇനി ചർച്ച ചെയ്യുക. ഒന്ന് ശ്രദ്ധ എന്ന വാല്യൂ, ഒന്ന് ശ്രദ്ധ എന്ന വാല്യൂയെ കുറിച്ച് ചർച്ച ചെയ്യും. 2 സംശയ നിവൃത്തി എന്നുള്ള ഭാഗത്തെ കുറിച്ചും ചർച്ച ചെയ്യും. ശ്രദ്ധ എന്ന വാല്യൂയെ കുറിച്ചും സംശയ നിവൃത്തി എന്ന ഭാഗത്തെ കുറിച്ചുമാണ് ഇനി കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക. അതിൽ കൂടിയേ ഇതിന്റെ ബാക്കി മുന്നോട്ട് കുറെക്കൂടെ വ്യക്തമായിട്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത് നമുക്ക് വ്യക്തമാവുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ മനസ്സിൽ കുറിച്ചിട്ട് ഓർക്കുക. സൂത്രവാക്യം, വൃത്തിവാക്യം, വ്യാഖ്യാനം, അവസാനം വന്നു നിന്നത് ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധ എന്നതും സംശയ നിവൃത്തി എന്ന ആ കാര്യങ്ങളെ ശങ്കരാചാര്യ സ്വാമികൾ എത്ര മനോഹരമായി പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നോക്കാം. അതിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. എന്തൊക്കെയുണ്ട് രാധാകൃഷ്ണൻ സാറേ വിശേഷങ്ങൾ? ഇങ്ങനെ പോണു സാർ. ഈ തൈത്തരീയോപനിഷത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ, ഞാനും അറിഞ്ഞിരുന്നില്ല. ഞാൻ ജപിക്കാത്ത നമ്മുടെ നിത്യജപത്തിലൊക്കെ വരുന്നതാ സാധാരണ നിലയ്ക്ക്. എല്ലാം വലിയ ഒന്നിച്ചു പറ്റിയില്ലെങ്കിലും കുറെ ഭാഗങ്ങളെങ്കിലും ഓരോ അങ്ങനെ ജപിക്കും. പക്ഷേ ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. വളരെ നന്നായിട്ട് എക്സ്പ്ലനേഷൻ അതിന്റെ കിട്ടുന്നുണ്ട്.